ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവിശ്യയായാണ് പരിഗണിക്കപ്പെടുന്നത്. പ്രകൃതിദത്ത വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം എണ്ണയും പ്രകൃതിവാതകവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള സമ്പത്തുകളുടെ വലിയ ശേഖരമാണ്. എങ്കിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ബലൂച്ച് ജനതയും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിൽ ദീർഘകാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഈ സംഘർഷം പലവട്ടം സായുധ ഏറ്റുമുട്ടലുകളിലേക്ക് എത്തുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അതിന്റെ വില നൽകേണ്ടി വരികയും ചെയ്തു. ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന സായുധ സംഘടനയാണ് ഈ വിപ്ലവപ്രസ്ഥാനത്തിന്റെ മുഖ്യശക്തിയായി മാറിയിരിക്കുന്നത്. ബലൂചിസ്ഥാനിന് പാകിസ്ഥാനിൽ നിന്നും മുഴുവൻ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇവർ പലപ്പോഴും പാകിസ്ഥാൻ സൈനിക താവളങ്ങൾക്കും പോലീസ് കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടത്താറുണ്ട്. അതിനൊപ്പം ചൈനയും പാകിസ്ഥാനുമായി ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടനാഴി ആയ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക കോറിഡോറിന്റെ പദ്ധതികൾക്കും ബലൂച്ച് വിമതർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതികൾ തങ്ങളുടെ ജനവിഭാഗത്തിന്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പുകളെ ഇല്ലായ്മ ചെയ്യും എന്നതാണ് ഇവരുടെ വാദം. സമീപകാലങ്ങളിൽ ബലൂചിസ്ഥാനിൽ നിരവധി സൈനിക താവളങ്ങൾക്കും സുരക്ഷാ കേന്ദ്രങ്ങൾക്കുമെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്വെട്ട, കറാച്ചി തുടങ്ങിയ നഗരങ്ങളിൽ ബലൂച്ച് വിമതർ നടത്തിയ സ്ഫോടനങ്ങളിലും ആക്രമണങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളും ജീവൻ കളഞ്ഞിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ പാകിസ്ഥാനിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകുകയാണ്. ഇന്ത്യ പലതവണ ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ആവേശപൂർവമായ പ്രതികരണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ബലൂചിസ്ഥാനിലെ പീഡനങ്ങളെക്കുറിച്ചുള്ള പരാമർശം ചെയ്തതോടെ ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നുവന്നു. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ വിമർശിക്കുകയും ബലൂചിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന് ആരോപിക്കുകയും ചെയ്തു. ഇതോടെ ബലൂചിസ്ഥാനിലെ സ്ഥിതി ദിനംപ്രതി കൂടുതൽ ദുരിതജനകമാകുകയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, നിയമലംഘനങ്ങൾ, മാധ്യമസ്വാതന്ത്ര്യത്തിന്റെ കുറവ്, സാമൂഹിക അവഹേളനങ്ങൾ എന്നിവ ഈ പ്രദേശത്തെ ജനജീവിതത്തെ ഭീഷണിയിലാഴ്ത്തുന്നു. ഒരുതരത്തിൽ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാവേണ്ട ബലൂചിസ്ഥാൻ ഇന്ന് പാകിസ്ഥാനിൽ തന്നെ ഒറ്റപ്പെട്ടൊരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അസ്ഥിരകൾക്ക് ഒരു ശാശ്വത പരിഹാരം ലഭിക്കാനുള്ള മാർഗം രാഷ്ട്രീയ സംഭാഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകസമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോഴേ ബലൂച്ച് ജനതയ്ക്ക് ഒരു ന്യായമായ ഭാവി പ്രതീക്ഷിക്കാനാകൂ.